അഭിലാഷ്, മറ്റൊരു കാര്യമുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്ത് വ്യാപക സംഘർഷമുണ്ടായി. കോഴിക്കോട് ഏറാമല തുരുത്തിമുക്കിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ ബോംബേറുണ്ടായി. ഇന്ദിരാഗാന്ധിയുടെ സ്തൂപം തകർത്തു. ആക്രമണത്തിനു പിന്നിൽ LDF പ്രവർത്തകരെന്നാണ് UDFന്റെ ആരോപണം. തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങളിലായി നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കരമന തൃക്കണ്ണാപുരത്ത് BJP LDF പ്രവർത്തകർ ഇരുകൂട്ടരുടെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. അതൊക്കെ വളരെ നിർഭാഗ്യകരമായ കാര്യങ്ങളാണ്. AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു. AK അഭിലാഷ്, സംസ്ഥാന വ്യാപകമായി ചില അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരത്ത് BJPയും LDFും ആണെങ്കിൽ വടക്കോട്ട് വരുമ്പോൾ അത് UDFും LDFും തമ്മിലാണ്. ഏറാമലയിലൊക്കെ തുരുത്തിമുക്കിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ ബോംബേറുണ്ടായി എന്നൊക്കെ കേൾക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില ആളുകളൊക്കെ വടിവാളുമായിട്ട് ഇറങ്ങി എന്നും ഒക്കെ കേട്ടു. പൊതുവെ അക്രമങ്ങൾ സാധാരണ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിജയം അംഗീകരിച്ചു പോവലാണ് പതിവ്. ഇതെന്താണ്? ചിലരുടെയൊക്കെ നിയന്ത്രണം വിട്ടോ അഭിലാഷ്? തീർച്ചയായിട്ടും വടക്കൻ കേരളത്തിലാണ് പ്രധാനമായ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് എന്ന് വേണം പറയാൻ. കാരണം UDFന് വലിയ തരത്തിലുള്ള ഒരു മേൽക്കൈയാണ് ഈ മേഖലകളിലൊക്കെ ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത CPM പ്രവർത്തകരാണ് ഇത്തരത്തിൽ അക്രമത്തിന് മുതിരുന്നത് എന്നാണ് UDF പ്രധാനമായും ആരോപിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലേക്കാണെങ്കിൽ കോഴിക്കോട് ഏറാമല തുരുത്തിമുക്കിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ ആക്രമണം നടന്നു. അത് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ ബോംബ് സ്ഫോടനം അടക്കം നടന്നത് എന്നുള്ള ആരോപണമാണ് ഉയർന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഇന്ദിരാഭവനിലെ ഇന്ദിരാ സ്തൂപത്തിന് നേരെയും ആക്രമണം നടക്കുകയും നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ പാനൂരിൽ വടിവാളുമായി ഒരു സംഘം ഒരു പ്രകടനം നടത്തി. അതോടൊപ്പം തന്നെ അവിടെ UDF പ്രവർത്തകർക്ക് നേരെ അക്രമ സംഭവങ്ങൾ ഉണ്ടായി. സ്ഫോടക വസ്തുക്കൾ എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ലീഗ് പ്രവർത്തകരുടെ വീടുകൾ കയറി വടിവാൾ കാട്ടിയ അക്രമ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറത്തും വയനാട്ടിലുമൊക്കെ സമാനമായ സാഹചര്യം ഇതുമുണ്ട് എന്ന് തന്നെയാണ്. കോഴിക്കോട് പല മേഖലകളിലും ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. BJP ഓഫീസുകൾക്ക് നേരെയും ഇത്തരത്തിലുള്ള സമാന രീതിയിലുള്ള അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉൾക്കൊള്ളാൻ ഇപ്പോഴും LDF പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങളിലേക്ക് കടക്കുന്നതെന്നാണ് UDFന്റെ പ്രധാനപ്പെട്ട ആരോപണവും. ഓക്കെ, AK അഭിലാഷാണ് വിവരങ്ങൾ നൽകുന്നത്.